നമസ്കാരം. നമ്മുടെ പണി ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഭയങ്കര വിഷമത്തിൽ പറഞ്ഞൊരു കാര്യം, കുറേ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചൊരു കാര്യമാണ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ സ്ത്രീകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് പേരൻറ്റിങ്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞ് തീരെ കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകൽ പോസിബിൾ അല്ല. ആരൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞാലും ജോലിക്ക് പോകില്ല. എന്നാൽ ചോദിക്കും, സർക്കാർ ജോലി ഉള്ളവർ പോകത്തില്ലേ എന്ന്. തീർച്ചയായിട്ടും പോകുമായിരിക്കും, പോകുന്നവർ. പക്ഷേ മാനസികമായിട്ട് അവർക്ക് അമ്മമാർക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. സ്വന്തം മക്കളെ ഇട്ടിട്ട് ജോലിക്ക് പോകുമ്പം നമ്മുടെ ജോലി നമുക്ക് ജീവിക്കേണ്ടത് കൊണ്ട് പോകുന്നതാണ്. നീ മാറ്റി വെക്കാൻ പറ്റുന്ന ഗവൺമെൻറ് ജോലി അല്ലാത്തവർ ജോലിക്ക് പോകണമെന്ന് പറയുമ്പം ഫാമിലിയിൽ നിന്ന് തന്നെയാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ഭയങ്കര ഉദ്യോഗമല്ലേ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. തിരിച്ച് കുഴപ്പമില്ല, ചെറിയ ജോലിയും വലിയ ജോലിക്കും എല്ലാം അതിൻ്റെ വാല്യൂ ഉണ്ട്, നീ പോകണം എന്ന് പറയുന്നിടമുണ്ട്. അപ്പം ആ പറയുന്നവരെ മാറ്റി നിർത്തട്ടെ. നമ്മൾ അമ്മമാരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പഠിച്ചിട്ട്, എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ തന്നെ പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുന്നുണ്ട്. മെയിൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം. നമ്മുടെ മക്കൾ ഇത്തിരി ആവുന്നിടം വരെ അവരൊരു LKG പോകുന്നിടം വരെ അവരെ നോക്കേണ്ടത് കൊണ്ട് ജോലി മാറ്റി വെക്കുന്നു. അവർ KGയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ ജോലിക്ക് ചെല്ലുമ്പം ആരും എടുക്കില്ല. നമ്മളെത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമുക്കൊരു ബ്രേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ കരിയറിനെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ്. അവൾക്ക് ആ ഒരു അകൽച്ച കുഞ്ഞിനോടും ഭർത്താവിനോടും പോലും ഉണ്ടാവുമോ എന്നെനിക്ക് പേടി തോന്നത്തക്ക രീതിയിൽ പറഞ്ഞ്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് 10 പൈസ വേണ്ടേ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ, ഇത് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഇരുന്ന് പോവാണ്. ഇനി ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് എത്തുകയാണെന്ന്. സ്വാഭാവികമാണ്. ഏറ്റവും സ്ത്രീകൾ കടന്നു പോകുന്ന ഏറ്റവും കഷ്ടം പിടിച്ചൊരവസ്ഥയാണ് ആഫ്റ്റർ ഡെലിവറി കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല. പറയുന്നവർക്ക്, കാണുന്നവർ ചോദിക്കും, പിന്നെ പണ്ട് 10 പെറ്റിട്ടുണ്ട്, അല്ല 20 മക്കളുള്ളവരുണ്ട്, 5 മക്കളുള്ളവരുണ്ട്. അന്ന് കഴിക്കാനും ഇല്ലാത്ത, ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ മക്കളെ ഇട്ടുകൊണ്ട് ഗ്യാസും ഇല്ല, ഫ്രിഡ്ജും ഇല്ല, ഒന്നും ഇല്ലാത്ത സമയത്തും വളർത്തി. ശരിയാണ്, അല്ല എന്ന് നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന, അന്ന് കൂട്ടുകുടുംബം എന്നൊരു സംഭവമുണ്ട്. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. ഇപ്പം എല്ലായിടത്തും ഒരു പെൺകുട്ടിയെ അല്ലെ ഒരാൺകുട്ടിയൊക്കെയാണ് കഷ്ടിച്ചോ 1-2. അവിടെ ഇപ്പോൾ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. പണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം, നന്നായി ഒരുങ്ങാം, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പോലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പലതും മാറ്റി വെക്കപ്പെടേണ്ടി വരും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒന്നല്ല, കുറേ ദിവസം കണ്ടിന്യൂസ് ഉണ്ണാൻ, ഭക്ഷണം മര്യാദയ്ക്ക് സമയത്ത് കഴിക്കാൻ പറ്റില്ല, സമയത്ത് ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് ഒന്നുമില്ല, ഒരു സന്തോഷത്തിനുള്ള ഒരു സ്പേസും കണ്ടെത്താൻ പറ്റാണ്ടാവുമ്പോൾ സ്ത്രീകളിൽ മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടാവും. എന്നാൽ അവരുടെ സമ്മർദ്ദത്തിന് അതൊന്ന് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഷെയർ ചെയ്ത് പോയാൽ അത്രയും വരില്ല. ചില കുഞ്ഞുങ്ങളുണ്ട്, ഇനി ആരെടുത്താലും, അച്ഛനെടുത്താലും അമ്മൂമ്മ എടുത്താലും ഒന്നും കേൾക്കില്ല, അമ്മ തന്നെ വേണം എന്ന് പറയുന്ന മക്കളുണ്ട്. അപ്പം ആര് ഹെൽപ്പ് ചെയ്തിട്ടും അങ്ങനെയുള്ള അമ്മമാർക്ക് കാര്യമില്ലല്ലോ. കുഞ്ഞിൻ്റെ കരച്ചിൽ തീർക്കണമെങ്കിൽ അമ്മ തന്നെ വേണം. അങ്ങനത്തെ അമ്മമാർ ഒരുപാട് സ്ട്രെയിൻ ചെയ്യും. ഒന്നാമത് ആഫ്റ്റർ ഡെലിവറി സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണിൻ്റെ ചേഞ്ചും അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രോബ്ലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത് ഫാമിലി മനസ്സിലാക്കുക, ഭർത്താവ് മനസ്സിലാക്കുക, എല്ലാവരും അമ്മമാരെ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ അവരെന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ പോലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണെന്ന് മനസ്സിലാക്കി സ്നേഹത്തോടെ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ചില അമ്മമാരുണ്ട്, നമ്മുടെ കരിയറല്ല എല്ലാം മാറ്റി പൊക്കോട്ടെ, അവരിൽ അങ്ങ് ഒതുങ്ങും, ഈ കുഞ്ഞിലങ്ങ് ഒതുങ്ങിയിട്ട് ഇവരൊരു അന്തർമുഖരാകും. അവിടെയും സ്വപ്നങ്ങളില്ലായിരിക്കുകയല്ല, ആഗ്രഹമില്ലായിരിക്കുകയല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടി. അതായത് എൻ്റെ കുഞ്ഞ് ഒന്ന് വീണാൽ
അമ്മയെ ഞാൻ തലയടിച്ചു വീണു, അല്ലെ അമ്മയെ എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ പ്രാപ്തനാകുന്നിടം വരെ എൻ്റെ കുഞ്ഞിന് എൻ്റെ രക്ഷ വേണം എന്ന് തീരുമാനിച്ച് തൻ്റെ കരിയറൊക്കെ മാറ്റിവെച്ച് തൻ്റെ സ്വപ്നങ്ങളെയും എല്ലാം മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. പക്ഷേ പ്രകടിപ്പിക്കില്ല. അതൊരു അപകടകരമായ ഒരവസ്ഥയാണ് ഈ പ്രകടിപ്പിക്കാത്തത്. നമ്മുടെ കുഞ്ഞ് നമ്മളോട് നിർബന്ധം കാണിച്ചാൽ നമ്മൾ ആരോട് കാണിക്കാൻ, ആരോടതിന് പരാതി പറയാൻ, അല്ലെങ്കിൽ നമ്മളതിന് ഇതൊക്കെ ആരോട് പറയാനാ എന്നുള്ള തോന്നലിൽ നിന്നും ഒരു സ്ത്രീ അന്തർമുഖയാവുകയും അല്ലെങ്കിൽ തൻ്റെ വിഷമം മനസ്സിലൊതുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് അവളിൽ പല രോഗങ്ങളായിട്ട് പുറത്തോട്ട് വരും. ഒരുപാട് പെൺകുട്ടികളിൽ അങ്ങനെയുണ്ട്. ഇതിനൊക്കെ എന്താ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർത്തും ഒരു സൊല്യൂഷനൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കരമായ ഫാമിലിയുടെ സപ്പോർട്ടുള്ള പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകാൻ പറ്റാറുണ്ട്. അതായത് നമ്മൾ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞ് അവിടെ സേഫാണ്. ഇപ്പോൾ ഈ പറയുന്ന അച്ഛമ്മമാരോ അല്ല അമ്മമ്മമാരോ അച്ചച്ചന്മാരോ ഒക്കെ പൊന്നുപോലെ നോക്കും. ഇന്നിപ്പം നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും സ്വന്തം മകൻ്റെ കുഞ്ഞിനെ മരുമോളെ ഒന്നും പണ്ട് കാലത്തൊക്കെ ആയിരുന്നു പോരും വഴക്കും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നോക്കുന്നതിൽ വ്യത്യാസം. ഇന്ന് ഒരിക്കലും അങ്ങനെയില്ല. ഇന്നത്തെ എല്ലാ ഫാമിലിയിലും സ്വന്തം അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ പൊന്നുപോലെ നോക്കുന്ന അച്ചച്ചന്മാരും അച്ചമ്മമാരും അമ്മമ്മമാരും അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ് ഉള്ളത്. എങ്കിൽ കൂടിയും അവരുടെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അവർക്ക്. കാരണം അവർ പ്രായം ചെന്നവരായിരിക്കും. അവർക്ക് വീട്ടു ജോലിയും നോക്കി ഈ കുഞ്ഞിനെ നോക്കി നമ്മൾക്കൊരു മനസാക്ഷി ഉണ്ടാവണമല്ലോ. നമ്മൾ ചിന്തിച്ച് നോക്കണം. അവർ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി ഈ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അവർ പിന്നെ അവരെ അത്രയ്ക്കും അവർ ആയുസ്സിനെ വരെ അത് ബാധിക്കും. കാര്യം ഒരു കുട്ടിയെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അവർ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അവർ ആരോഗ്യനില അത് നന്നായി ബാധിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെല്ലാവരും കൂടെ കൂട്ടായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഒത്തിരി ഇടത്തുണ്ട് അമ്മമ്മയും അപ്പൂപ്പനും നോക്കിയിട്ട് ജോലിക്ക് പോകുന്നത്. എനിക്കറിയില്ല, തീർച്ചയായിട്ടും ആ അമ്മമാർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. കാര്യം സ്വന്തം കുഞ്ഞിനെ അങ്ങനെ അതായത് ഒരു 3-4 വയസ്സാകുന്നിടം വരെ നിർത്തിയിട്ട് പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും. കാര്യം ഇവർ പ്രായം ചെന്നവരാണ്, ഇവർ ഈ കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടെന്നറിയാം. കുഞ്ഞിൻ്റെ നിർബന്ധങ്ങൾ കാര്യങ്ങൾ പിന്നെ പോകുന്നത് അവനവൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ കരിയർ ഒക്കെ ഓർത്തിട്ടാണ്. അപ്പം ഇത് മാറ്റിവെക്കുന്ന അമ്മമാർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ അവിടെ ചിലർ പറയാറുണ്ട്, പിന്നെ നീ ജോലിക്ക് പോയാൽ അങ്ങ് തോളേ മുക്കാൽ കിട്ടും. എന്ത് കിട്ടുന്നു എന്നുള്ളതിലല്ല, ആ ചെറിയ ജോലി, എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ഒരു സ്ത്രീ ജോലിക്ക് പോയി ഒരു 10 രൂപ കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരിക്കലും അത് അവൾക്ക് ക്രീം വാങ്ങിക്കാനും പെർഫ്യൂം വാങ്ങിക്കാനും ഡ്രസ്സ് വാങ്ങിക്കാനും ബ്യൂട്ടി പാർലറിൽ പോകാനും മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭർത്താവിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ്. തിരിച്ച് പുരുഷന്മാരും നമ്മുടെ ആണുങ്ങൾ കഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് വേണ്ടി മാത്രമാണോ? അവർ കഷ്ടപ്പെടുന്നതൊക്കെ നമുക്കും മക്കൾക്കും നമ്മുടെ പേരൻസിനും വേണ്ടിയാണ്. നമ്മളൊരിക്കലും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ സമാധാനം കൊടുക്കാൻ പറ്റണം എല്ലാവർക്കും. നമുക്ക് കൂടുതലൊന്നും പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ പറ്റണം. നമ്മൾ കുടുംബത്തെ മൊത്തത്തിൽ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവരുടെ കാര്യം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. വലിയ കുഴപ്പമില്ലാതെ കരുതുന്ന ഭർത്താവും ഫാമിലിയൊക്കെ ആണെങ്കിൽ നമ്മളവിടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ രക്ഷകർത്താക്കളെ സ്നേഹിച്ച് തിരിച്ച് ഭർത്താവ് ഭാര്യയുടെ അച്ഛനെയും അമ്മയും കരുതി സ്നേഹിച്ച് അങ്ങനെ നിങ്ങളൊന്ന് പോയി നോക്കിക്കും. ഭയങ്കര സമാധാനമായിരിക്കും. ഭയങ്കര സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് സമാധാനം ആ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമായി തൻ്റെ ഭാര്യ സന്തോഷത്തിലാണെങ്കിൽ ആ ഭർത്താവിൻ്റെ പകുതി പ്രശ്നം അവിടെ തീർന്നു. നമ്മൾ കാരണം അയാൾക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ തിരിച്ച് അയാളിൽ നിന്നൊരു സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് വരുമെന്നേ. ഈ ഒന്നാമത്തെ കുട്ടികളൊക്കെ ഉള്ള പേരൻസിന് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകേണ്ടി വരും. അതിനെയൊക്കെ നമ്മളൊരു നയത്തിൽ കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ വിഷമങ്ങൾ നമുക്ക് കേൾക്കാൻ മനസ്സുള്ള ഭർത്താവാണെങ്കിൽ ധൈര്യമായിട്ട് പറയാം. എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവിടെ തീർത്തിട്ട് ഒരിക്കലും മറ്റുള്ളവരിലേക്ക് നമ്മളത് വിടാതെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ട് രക്ഷകർത്താക്കൾക്ക് സന്തോഷം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ സങ്കടപ്പെടുത്താൻ അവർക്കും തോന്നത്തില്ല. അവരും നമ്മളെ സ്നേഹിക്കും. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്താൽ കിട്ടുമെന്ന്. നമ്മൾ
ഭയങ്കര ദുഷ്ട മനസ്സുള്ളവരെ കുറേ സ്നേഹിച്ച് നോക്കാം. കുറേ കഴിയുമ്പോൾ ഇവരങ്ങ് മടുക്കും. ഇവളവിടെ എത്ര കാണിച്ചാലും നാണമില്ലാത്തവള, ഇവളിങ്ങനെ സ്നേഹിച്ച് പുറകെ വരും. അങ്ങനെയൊന്നും അല്ലാത്തവരുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ അല്ലാത്ത അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട്, ഞാൻ പറഞ്ഞ മാറ്ററിൽ നിന്ന് പോയി, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് വേണ്ടി നിൻ്റെ കരിയർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട. നിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം നിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് അവനെ നിനക്ക് വളർത്തിയെടുക്കാൻ നീ ഈ സമയം അവന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നീ പ്രൗഡായിട്ട് നിൽക്കുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകാം, ഫിസിക്കലി ബുദ്ധിമുട്ടുകളുണ്ടാകാം, എന്തുണ്ടായാലും നീ ഭയങ്കര സന്തോഷത്തോടെ അതിനെയൊക്കെ ഫേസ് ചെയ്തോ. കാരണം നിൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത്. നിനക്കേ അതിന് പറ്റൂ. ഒരമ്മയ്ക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. ഈ ഉണ്ണാതിരിക്കാനും ഈ തപ്പിയിടുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴും അതെല്ലാം ഒരു വെള്ളം കൊണ്ട് തുടച്ചിട്ട് അങ്ങനെ നടക്കാനും, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പരാതിയില്ലാതെ ഇങ്ങനെ ഉറങ്ങാതിരിക്കാനും ഒക്കെ ഒരമ്മ. അതുകൊണ്ടാണല്ലോ അമ്മ എന്ന് വിളിക്കുന്നത്. നമ്മുടെയൊക്കെ അമ്മമാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെയൊക്കെ ഈ നിലയിലെത്തിച്ചത് അല്ലേ? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അവരുടെ കഷ്ടപ്പാടിൻ്റെ പകുതി പോലും നമ്മൾ കഷ്ടപ്പെടുന്നില്ല. നമ്മൾ ചില സമയങ്ങളിലാണ് നമ്മൾ നമ്മുടെ രക്ഷകർത്താക്കളുടെ വാല്യൂ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അത് ഓരോരുത്തരും അമ്മയാവുമ്പോഴും നമുക്ക് പ്രായം ചെന്ന് കൂടി വരും തോറും നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ നല്ല പ്രായത്തിലേ അത് മനസ്സിലാക്കിയാൽ എന്താണെന്നറിയോ, നമ്മുടെ രക്ഷകർത്താക്കളെയെല്ലാം നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ രക്ഷകർത്താക്കളെ, നമുക്ക് ജന്മം തന്ന അച്ഛനെയും അമ്മയും നമ്മുടെ പാർട്ട്ണറിൻ്റെ അച്ഛനെയും അമ്മയും നമ്മൾ നല്ലതായിട്ട് സ്നേഹിക്കാനും കരുതാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം അത് നമുക്കേ പറ്റൂ. നമ്മളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ ആ അവസ്ഥയും നമ്മൾ സ്നേഹിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മുടെ ശരീരം, സൗന്ദര്യം, ആരോഗ്യം ഒക്കെ പോകും, സാമ്പത്തികമൊക്കെ പോകുന്നേ, ഒക്കെ നമുക്ക് കിട്ടുന്നേ. കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി നിങ്ങളല്ലേ? നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്ന അമ്മമാർ, കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ചിലപ്പോൾ 10 രൂപ പോലും കയ്യിലെടുക്കാനില്ല. എനിക്ക് ജോലിക്ക് പോയാൽ ലക്ഷങ്ങൾ കിട്ടുമല്ല, ആയിരങ്ങൾ കിട്ടും, എനിക്കതിനൊന്നും പറ്റുന്നില്ല, എനിക്കത് ഇന്നത് വാങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഇനിയുള്ള സമയങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് തനിയെ ഒന്ന് പ്രാപ്തനാകുന്ന സമയം മുതൽ നിങ്ങളുടെ സമയമാണ്. ഒരു കരിയർ ബ്രേക്ക് ദൈവം നിങ്ങളുടെ കരിയറിനെ ബാധിക്കില്ല, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കില്ല. ദൈവം നിങ്ങളെ ഭയങ്കരമായി കരുതും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ നിങ്ങളതുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബാല്യത്തിൻ്റെ ഓർമ്മകളെല്ലാം നിങ്ങൾക്ക് എന്തെല്ലാം ഓർമ്മകൾ, നല്ല ഓർമ്മകൾ കിട്ടും. അതിലുപരിയായിട്ട് ഞാനൊരു കഥ പറയാം. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അവിടുത്തെ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. പിന്നെ അപ്പോൾ ആ മോൻ മരിച്ചുപോയി. പണ്ട് കാലത്താണ്, ഒത്തിരി വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു 35 വർഷം 40 വർഷം മുന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ ഒരു അസുഖം വന്ന്, പണ്ട് കാലമല്ലേ, രോഗങ്ങൾക്ക് പേരില്ലാത്ത രോഗങ്ങളുള്ള കാലം, മരിച്ചുപോയി എന്നുള്ള ഇരിക്കുകയാണ്. ഇളയതുങ്ങളൊക്കെ ഉണ്ട്, മൂത്തതുങ്ങളൊക്കെ ഉണ്ട്, അവരെല്ലാം വലുതായി. അച്ഛനും ഈ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. സഹോദരങ്ങളെല്ലാം കൂടി അമ്പലമോ ഫംഗ്ഷനോ എന്തോ ഒരു കാര്യത്തിൽ കൂടിയപ്പോൾ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വായിൽ നിന്ന് വീണൊരു വാക്കാണ്, അന്ന് അങ്ങനെ ആ കുട്ടി തട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇളയ കുട്ടിക്ക് അത് സംഭവിക്കില്ലായിരുന്നു. അതായത് ഇവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ സുഖമില്ലാത്ത, ഓർമ്മ എന്തോ ഇല്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എല്ലാവരുടെയും തലയ്ക്കടിക്കും പോലും. അപ്പോൾ അങ്ങനെ ആ അടി നിങ്ങളുടെ അനിയൻ അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ ജീവനോടുണ്ടാകുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരത് എന്താ ഏതാ എന്ന് അന്വേഷിച്ചപ്പോൾ ഈ സുഖമില്ലാത്ത കുട്ടി, അവരുടെ റിലേറ്റീവിൻ്റെ സുഖമില്ലാത്ത കുട്ടി എല്ലാവരുടെയും തലക്കടിക്കുകയും ഈ കുഞ്ഞിൻ്റെ 1 വയസ്സെങ്ങാണ്ടുള്ള കുഞ്ഞിൻ്റെ തലയുടെ പുറകിൽ ഇതുപോലെ അടിക്കുകയും അതിനെ തുടർന്നാണ് ആ കുഞ്ഞ് മരിച്ചത്. അന്നത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചുപോയി. സഹോദരങ്ങൾക്ക് 10-50 വയസ്സായി അവർ കല്യാണം കഴിച്ചെടുത്തുനിന്ന് ഒരു ഫംഗ്ഷൻ അവരുടെ റിലേറ്റീവിൻ്റെ അവിടെ വന്നപ്പോൾ അറിഞ്ഞാണ്. ആർക്കും ഒന്നും ചെയ്യാൻ മരവിച്ചു പോയി അവരത് കേട്ടപ്പോൾ. ഞാനപ്പോൾ അത് ഇമാജിൻ ചെയ്തു.
നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ പ്രസൻസ് ഇല്ലാതെ മറ്റൊരിടത്ത് വിട്ടപ്പം പറ്റിയതാണ്. ഒരു പക്ഷേ ഈ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അബദ്ധം കൊണ്ട് എന്തെങ്കിലും ഒരു അബദ്ധത്തിന് ഒരു കുഞ്ഞ് വീഴുകയോ തലയിടിക്കുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അന്നേരത്തെ ദേഷ്യമുള്ള ആ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളെ അറിയിക്കുകയോ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ ആശുപത്രി കൊണ്ടുപോവുകയാണ്. ഒരു പക്ഷേ അന്ന് ആ പറ്റിയ കാര്യം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളെ അറിയിക്കുകയോ അതിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അമ്മാനെ നഷ്ടപ്പെടില്ലായിരുന്നു, തീർച്ചയായിട്ടും നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോലെ നോക്കുന്നിടത്തെ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതെവിടെ, അത് നമുക്കറിയില്ല. നമ്മുടെ പേരൻസൊക്കെ പ്രായം ചെന്നവരാണ്, അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീഴാം, അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആണെങ്കിലും സംഭവിക്കാം. അപ്പം ഇതിനൊക്കെ ഒരു കരുതൽ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് നമ്മളോട് ചേർത്ത് വെച്ച് അവന് അല്ലെ അവൾക്ക് വേണ്ടി ഒരു 3-4 വർഷം അങ്ങ് മാറ്റി വെക്കണം. അവരൊന്ന് പ്രാപ്തരാകട്ടെ, വിശക്കുന്നു എന്ന് പറയാറാകട്ടെ, എൻ്റെ തല ഇടിച്ചു അല്ലെ ഞാൻ വീണു എന്ന് പറയാറാകട്ടെ, അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് പറയാറാവട്ടെ. അതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് സഹിക്കാവുന്നേ. ഞാൻ എൻ്റെ ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഈ വീഡിയോ. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യും, നീ ധൈര്യമായിട്ടിരിക്കും മോളെ. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലേ, അതൊന്നും ആരും മോഷ്ടിച്ചെടുത്തുകൊണ്ടൊന്നും പോകുന്നതല്ലല്ലോ. നിനക്ക് നിൻ്റെ കുഞ്ഞൊരു പ്ലേ സ്കൂളിലോ KG-ലോ പോയി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ നീ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, നിനക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കൂടെ, എന്തെല്ലാം വഴികൾ നിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ സമാധാനമായിട്ടിരിക്കും. ഇപ്പോഴത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, എനിക്കറിയാം, ക്രൈസിസ് ഒരുപാടുണ്ട്, നമ്മളെല്ലാം അനുഭവിക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ മാറും. ഇനിയുള്ള നിൻ്റെ ഒരു നല്ല കുറച്ച് സമയം കഴിഞ്ഞ് നിൻ്റെ കുഞ്ഞുമായിട്ടുള്ള ആ നല്ല സമയത്തിന് വേണ്ടി നീ സന്തോഷത്തോടെ ഈ സമയത്തെ മുന്നോട്ട് കണ്ടുപോവുക. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും, അവർക്കൊക്കെ പറ്റുന്നു എനിക്ക് പറ്റുന്നില്ല എന്ന്. അങ്ങനെ സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കുക ചെയ്യേണ്ടത്. അവരുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന, കുട്ടികൾക്കും ഉണ്ടെന്നേ മനസ്സും ചിന്തകളും ഒക്കെ, അവരനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കം അത് നിൻ്റെ കുഞ്ഞിനില്ല. നിൻ്റെ കുഞ്ഞ് കരഞ്ഞാൽ ഉടനെ ഓടിയെടുക്കാൻ നീയുണ്ട്, ചേർത്ത് പിടിക്കാൻ നീയുണ്ട്, ഉമ്മ കൊടുക്കാൻ നീയുണ്ട്, പാല് കൊടുക്കാൻ നീയുണ്ട്. അതുപോലെ ആ സന്തോഷം, ആ മുഖത്തുണ്ടാകുന്ന ചിരി, അതിലും വലുത് എന്തെങ്കിലും ഉണ്ടോ? അപ്പം ബി ഹാപ്പി.